ശില്പങ്ങൾക്ക് വേണ്ടി ഹോമിച്ചെടുത്ത എന്റെ വ്രതശുദ്ധി പാഴാക്കാൻ ഞാൻ തയ്യാറല്ല. ഒന്നും കണ്ടില്ലെന്നാ നാട്യം. കുളിച്ച് ഈറൻ മുടിയും കോതിയിട്ട് കോടി വസ്ത്രങ്ങളും ധരിച്ച് നെറ്റിയിൽ തൊടുകുറിയും ചാർത്തിയുള്ള ആ വരവ് കണ്ടപ്പോ ഈ ശില്പങ്ങൾ എന്റെ ആത്മഹർഷത്തിന്റെ രൂപങ്ങളുള്ളപ്പോൾ ഇല്ല, മനസ്സ് മാറില്ല. ഇനിയും ഏത് യാഗം നടത്തണം, എന്ത് ബലി അർപ്പിക്കണം, ഈ നിഷേധത്തിന്റെ പൂർണ്ണ മനസ്സിലാവുന്നില്ല. നിഷേധം മാത്രമല്ല, പ്രതിഷേധം, അവജ്ഞ, വെറുപ്പ്. മോനെ, അച്ഛൻ തീർക്കാതെ പോയ ജോലി പൂർത്തിയാക്കാൻ വന്നു. മകന് വേറൊന്നും മനസ്സിലില്ല, മനസ്സിലാവുകയും വേണ്ട. നിന്റെ മുത്തശ്ശിയാണ്. ഓർമ്മിപ്പിക്കണ്ട. പടിയടച്ചു പുറത്താക്കിയപ്പം എവിടെയായിരുന്നു ഈ വലിയ മനസ്സ്? എല്ലാം മറക്കുമെന്ന് കരുതി ഒരിക്കൽ വന്നില്ലേ? മുത്തശ്ശിയുടെ ഒരു തലോടൽ, അമ്മാവന്റെ സ്നേഹപൂർണമായ ഒരു നോട്ടം, അതിന്റെ വില അന്നത്തെ ബാലന് മതിക്കാവുന്നതിനപ്പുറമായിരുന്നു. അവസാനം അപമാന ഭാരത്തോടെ തല കുനിച്ച് പടിയിറങ്ങിയപ്പോഴും പുറകിൽ നിന്ന് വിളിയുടെ ശബ്ദത്തിന് ചെവിയോർത്തു. കേട്ടില്ല. മോനെ, പശ്ചാത്താപത്തിന്റെ പണിപ്പുരയിലാവും മനസ്സ്. കാലമെല്ലാം മറക്കുമെന്നും പൊറുക്കുമെന്നും കരുതിയിരുന്നു. 40 വർഷം സുഖസമ്പൂർണമായ കൊട്ടാരത്തിൽ കഠിന തടവ് പോരെ. കുറ്റം എത്ര വലുതായാലും ഇതിലും വലിയ ശിക്ഷ ഒരമ്മയ്ക്കും വിധിക്കപ്പെടരുത്. ഇവിടെ നിന്റെ അമ്മ ഈ പടിയിറങ്ങിയപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചു, അവൾക്കുണ്ടാകുന്ന സന്തതികളുടെ കാലടയാളം പോലും ഈ മുറ്റത്ത് പതിയരുതെന്ന്. ഇന്നും ഞങ്ങൾ അത് തന്നെ ആഗ്രഹിക്കുന്നു. ഇല്ല, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. എന്റെ കൊച്ചുമക്കളുടെയും അവരുടെ മക്കളുടെയും കാലടികൾ ഈ മുറ്റത്ത് പതിയണം. അതുവഴി എനിക്കൊരു പ്രായശ്ചിത്തം വേണം. കൊട്ടാരത്തിൽ വെളിച്ചം കയറാത്ത മൂലകളിൽ വരെ പുണ്യാഹം തളിച്ചിട്ട് നാട് മുഴുവൻ കേൾക്ക ഗർജിച്ചില്ലേ, എനിക്കൊരു മകളില്ല, അങ്ങനൊരു ബന്ധമില്ല എന്ന്. എന്നിട്ട് ഇപ്പോഴീ ക്ഷണിച്ചു വരുത്തൽ? വരുത്തിയതല്ല, വന്നു. എന്തിന്? എങ്ങോട്ടാ? ഈ ധിക്കാരിയുടെ പിന്നാലെ, ഈ മദ്യപാനിയുടെ പിന്നാലെ? അതെ, ഈ ധിക്കാരിയാണ് എനിക്കിഷ്ടം. ഈ മദ്യപാനി
சுவாமியே வர சொல்லடி எந்தன் சகியே சுவாமியே வர சொல்லடி குதகத்தலான் குதகத்தை குதகத்தை கிட்டத்தம் தஜ்ஜம் தகஜம் தத்தஜம் தீ கிருதரிக்கிறதும் தஜ்ஜம் தகஜம் தத்தஜம் தீ கிருதரிக்கிறதும் தத்தஜம் தகத்தஜம் தகத்தம் தகத்தனம் திட்டா திட்டா கிருதரிக்கிறதும் திட்டா திட்டா கிருதரிக்கிறதும் திட்டா திட்டா கிருதரிக்கிறதும் தா ഒരിക്കൽ കൂടി ചെയ്യൂ. சுவாமியே வர சொல்லடி குதகத்தலான் குதகத்தை குதகத்தை கிட்டத்தம் தஜ்ஜம் தகஜம் தத்தஜம் தீ கிருதரிக்கிறதும் தஜ்ஜம் தகஜம் தத்தஜம் தீ கிருதரிக்கிறதும் தத்தஜம் தகத்தஜம் தகத்தம் தகத்தனம் திட்டா திட்டா கிருதரிக்கிறதும் എന്താ പറ്റിയേ? ഭദ്രൻ തമ്പുരാന്റെ പീഡനത്തെക്കാൾ ശംഭുവിന്റെ ഈ നിസ്സംഗതയാണ് ദുർഗയെ തളർത്തുന്നത്. കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ ചിലങ്കകൾക്ക് താളം തെറ്റുന്നു. അവിടെ ദുർഗയുടെ തേങ്ങലാണ് ഉയരുന്നത്. മാധവന് ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. കല്ലിൽ പണിത് കല്ലിന്റെ ശബ്ദം കേട്ട് മനസ്സും കല്ലുപോലെയായി. കല്ലിൽ പോലും കവിത കണ്ടെത്താൻ കഴിയുന്ന ശംഭുവിന് ഒരു പെൺകുട്ടിയുടെ മനസ്സ് കാണാൻ കഴിയുന്നില്ല. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഈ നാട്യം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? നിഷ്പന്ദമായ തിരുനാളത്തിന്റെ ആദ്യ ചലനം പോലെ അയാളുടെ മനസ്സൊന്നിളകുന്നത് ഞാൻ കണ്ടു. അയാളുടെ കണ്ണുകളിൽ ഇതുവരെ കാണാത്ത ഒരു സ്ഫുലിംഗം മിന്നിമറയുന്നതും കണ്ടു. ഇതുതന്നെയാണ് അവസരം. അയാൾ നിസ്സംഗനാണ്, വൈരാഗിയാണ്, എന്നാലും പുരുഷനാണ്. ഇന്ദ്രിയ നിഗ്രഹം സാധിച്ച താപസികളുടെ പോലും സിരകൾ ഇളക്കാൻ പോകുന്ന ഒരു തൈലം ഈ കൊട്ടാരത്തിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ട്. ഹേമാമോദ സമ. സ്വർണത്തിന് സുഗന്ധം കൂടി കിട്ടിയാൽ അങ്ങനെ ഒരു സുഗന്ധത്തിന്റെ ഉറവിടം തേടി വരുന്ന കണ്ണുകൾ ചെന്നെത്തുന്നത് ദുർഗയുടെ മേനിയഴകിലായാൽ എന്നായാലും അവർ ചേരേണ്ടവരല്ലേ തമ്പുരാട്ടി? കർമ്മബന്ധങ്ങളുടെ വിധിമുഹൂർത്തങ്ങൾ കൂട്ടിയിണക്കാൻ പിതാമഹന്മാർ സൂക്ഷിച്ചതാവാം. ശങ്കേ വസന്തമായാതം. ഈ ചുവരുകൾക്കുള്ളിൽ 1000 വസന്തങ്ങൾ പൂവിട്ടതുപോലെ
എന്താ ഭയന്നു പോയോ? വ്രതശുദ്ധി കൊണ്ട് ആത്മനിയന്ത്രണം നേടിയ ആളല്ലേ? ഭയമോ? സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഏകീഭാവം ഒരുക്കുകയാവും. സ്ത്രീ പ്രകൃതിയാണ്, ശക്തിയാണ്. ശക്തിയില്ലാതെ ശിവനുണ്ടോ? സ്ത്രീ ഇല്ലാതെ പുരുഷനുണ്ടോ? നിർത്ത്. എന്നിൽ നിന്ന് എങ്ങോട്ടാണ് ഒളിച്ചോടുന്നത്? ആർക്കു വേണ്ടിയാണ് ഈ കാത്തിരിപ്പ്? അവൾക്ക് വേണ്ടി മാത്രം. ബാക്കി വെച്ചുപോയ ഒരു ജീവിതം പൂർണ്ണമാക്കാൻ ഇനിയും അവൾ വരും. ഞാൻ കുത്തുന്ന സ്ത്രീരൂപങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് കിനാവ് പോലെ അവൾ ഉണരും. അടഞ്ഞ മിഴികൾ തുറക്കും. പാദങ്ങൾ ലാസ്യഭാവത്തിൽ ചുവടുവെക്കും. ഈ ശിലകളിൽ കാത്തുവെച്ച മൗനം മുറിക്കാൻ പോയ വസന്തങ്ങളുടെ മുഴുവൻ സൗരഭ്യവുമായി അവളെത്തും. അതുവരെ ഈ അന്വേഷണം തുടരും. തുടർന്നേ മതിയാവൂ. എനിക്കറിയില്ല. ശംഭുവിനെ കണ്ടത് മുതൽ ഞാൻ എന്നെ മനസ്സിലാവാത്തതെന്ത്? ഈ ഏകാന്തവാസം ഏറെ നാൾ മനസ്സിന് ശക്തിയാവില്ല. വികാരശൂന്യതയല്ല, ആത്മനിയന്ത്രണത്തിന്റെ ഭാവം. ഈ ഒഴിഞ്ഞുമാറ്റം ഒരു ആയുധമാക്കി, ഒരു രക്ഷാകവചം. അത് രക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. ഇല്ല, ഇല്ല. എന്താ മാധവ? ശംഭവും കൂട്ടരും എല്ലാം ഇട്ടെറിഞ്ഞു പോയിരിക്കുന്നു തമ്പുരാട്ടി. ശംഭു ഇല്ലാതെ ദുർഗയ്ക്ക് ജീവിതം ഉണ്ടായിട്ടുണ്ടോ മുത്തശ്ശി? പറയൂ മുത്തശ്ശി. സമയം
ഏറ്റെടുത്ത ജോലി തീർക്കാതെ വന്നിരിക്കുന്നു. തീർന്നില്ലേ ആലോചന? അതവിടെ ഇരിക്കുന്നത് കൊണ്ടാ ഞാനത് തീയിലെറിയും. ഇല്ല, തൊടില്ല. ഈ പെട്ടിയും ആടെ ആഭരണങ്ങളും അവളുടെ കരസ്പർശം ഏറ്റതൊന്നും തൊട്ടുപോകരുത്. അമ്മയും ഉമയെ മറന്നോ? പതിനെട്ട് വർഷം പട്ടുതുണികൾ ഇരിക്കില്ല മോനെ, പൊടിഞ്ഞു പോകും. ഇരിക്കും അമ്മേ, മനസ്സിൽ. எங்கம்மா போனோம்? யாரா பார்க்கணும்?